ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജുവൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാളയംകുടം വാഴ ഉണ്ടോ വെട്ടി അതിൻ്റെ പിണ്ടി എടുക്കുകയാണ് കേട്ടോ. വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ ചെറുപയറും കൂടെ വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മമ്മിയാണ് കേട്ടോ, മമ്മിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതാ നല്ല പാളയംകുടം വാഴയുടെ വാഴപ്പിണ്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റും. പിന്നെ അത് എല്ലാം പോളയെല്ലാം പൊളിച്ച് അതിൽ നിന്ന് ആ വാഴപ്പിണ്ടി നല്ല ആനയുടെ കൊമ്പ് പോലെ ഇരിക്കുന്നതുണ്ടോ, നല്ല കറക്റ്റായിട്ടുള്ള നല്ലൊരു വാഴപ്പിണ്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അരിയുമ്പോൾ റൗണ്ടായിട്ട് ആദ്യം തന്നെ അരിയണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വാഴപ്പിണ്ടിയുടെ ആ വാഴയുടെ നൂലില്ലേ, ആ നൂലെല്ലാം കൂടെ നമുക്ക് വിരൽ വെച്ച് ഒന്ന് ചുറ്റിട്ട് എടുത്തതായി ഇതുപോലെ കളയാട്ടോ. എന്നിട്ട് വേണം ആ ചെറിയ ഓരോ റൗണ്ട് കഷ്ണങ്ങളും ചെറുതായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വെജിറ്റബിൾ ചോപ്പറിൽ ചെറുതായിട്ട് അങ്ങ് ഒന്നും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് 2 ചുറ്റിക്കിൽ ചുറ്റിച്ചപ്പോഴേക്കും റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടി. ഇനി നമുക്ക് കുക്കറിലേക്ക് ഒരു അര ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ അല്ലാതെയും വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായി ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒറ്റ വിസിൽ മതി, ഒരു വിസിലാവുമ്പോഴേക്കും സംഭവം റെഡി. ഇത് അല്ലാതെയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ആ ചെറുപയറും നമുക്ക് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമ്മുടെ വാഴപ്പിണ്ടി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി. ഇനി അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയും ഒക്കെ മൂപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 2 വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് നല്ല മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് മതി കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി അത് നല്ലതുപോലെ ഉലർത്തിയെടുക്കണം. സിമ്പിളായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മുടെ വയറ് ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് വാഴപ്പിണ്ടി. അതുമാത്രമല്ല 100 ഗുണങ്ങളുണ്ട്. ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ ചെറുപയറും വെച്ച് തോരൻ വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങൾ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ട് വയറിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ വഴിച്ചെടുക്കുക. അപ്പോൾ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. മമ്മിയാണ് അപ്പോൾ ഇതാ വെച്ച് നമ്മളെ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ റെസിപ്പീസ്, പഴയകാല വിഭവങ്ങൾ, പഴയകാല റെസിപ്പീസൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയേ തീരൂ. ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണം കേട്ടോ. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പീസുമായിട്ട് വരാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇനി അത് നല്ല വാഴയിലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ.